മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ. റൂട്ടേഴ്സ്, കാലിക്കറ്റ്. കറണ്ട് അഫയേഴ്സ് 2025 മെയ് പാർട്ട് 2. 1. ജാവലിൻ ത്രോയിൽ ആദ്യമായി 90 മീറ്റർ എന്ന കടമ്പ പിന്നിട്ട ഇന്ത്യൻ താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. 2. സംസ്ഥാനത്തെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം കേരള കെയർ. 3. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ഉത്തരം ജസ്റ്റിസ് BR ഗവായ്. 4. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് എവിടെ? ഉത്തരം സിയാൽ, കൊച്ചി. 5. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2025 അർഹനായത് ആര്? ഉത്തരം അംബികാസുധൻ മാങ്ങാട്. കൃതി അല്ലോഹലൻ. 6. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച തീവ്രവാദ വിരുദ്ധ ദൗത്യമേത്? ഉത്തരം ഓപ്പറേഷൻ കെല്ലർ. 7. കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ കൗൺസിലിലേക്ക് നിയമിതയാകുന്ന ആദ്യ ഇന്ത്യക്കാരി ആര്? ഉത്തരം ഉപാസന മഹന്ത. 8. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 9. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിലെ അംഗമല്ലാത്ത വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ആര്? ഉത്തരം കെൻഡൻ കൂൾ, ഇംഗ്ലണ്ട് സ്വദേശി. 10. സാഫ് അണ്ടർ 18 ഫുട്ബോൾ ചാമ്പ്യന്മാർ ആര്? ഉത്തരം ഇന്ത്യ. ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. 11. ഇന്ത്യയുടെ 86ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഉത്തരം LR ശ്രീഹരി, തമിഴ്നാട് സ്വദേശി. 12. ഇന്ത്യയിലെ ആദ്യ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. 13. ഹോയ്ലി നാർലിക്കർ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ 2025 മെയ് മാസത്തിൽ അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ഉത്തരം ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. 14. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി ആര്? ഉത്തരം ഭാനു മുഷ്താഖ്, കന്നഡ എഴുത്തുകാരി. 15. ഭാനു മുഷ്താഖിന് ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ഹാർട്ട് ലാമ്പ്.
കന്നഡയിൽ എഴുതിയ കഥാസമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ നടത്തിയത് ദീപ ബസ്തിയാണ്. 16. ഡൽഹിയിലെ നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേരെന്ത്? ഉത്തരം മേരാ യുവ ഭാരത്. 17. വിരമിച്ചവർക്കായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം ന്യൂ ഇന്നിങ്സ്. 18. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പ്രതീകമായ നാപ്പാം പെൺകുട്ടിയുടെ ഫോട്ടോഗ്രാഫിൽ നിന്ന് ആരുടെ പേരാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷൻ നീക്കിയത്? ഉത്തരം നിക് ഉഡ്. 19. 2025 മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രൻ. 20. പ്രഥമ ഹെർമൻ ഗുണ്ടർച്ച് പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. 21. ഗാസയിലെ യുദ്ധത്തിന് ഇസ്രായേലിന് സാങ്കേതികവിദ്യ നൽകിയെന്ന് സമ്മതിച്ച കമ്പനി ഏത്? ഉത്തരം മൈക്രോസോഫ്റ്റ്. 22. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനായുള്ള പദ്ധതി ഏത്? ഉത്തരം സിയാൽ 2.0. 23. UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായത് ആര്? ഉത്തരം അരുണാഭ ഘോഷ്. 24. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. 25. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? ഉത്തരം 8. 12 സ്വർണവും 5 വെള്ളിയും 8 വെങ്കലവും ഉൾപ്പെടെ 25 മെഡലുകളാണ് കേരളം നേടിയത്. 26. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെയാണ്? ഉത്തരം കൊട്ടാരക്കര. 27. ഇന്ത്യയിലെ ആദ്യ യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ഈയിടെ പ്രഖ്യാപിച്ച നഗരം ഏത്? ഉത്തരം ഇൻഡോർ, മധ്യപ്രദേശ്. 28. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം പ്രഭാവർമ്മ. 29. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആര്?
ഉത്തരം നീരജ് ചോപ്ര. 30. 2025 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം MR ശ്രീനിവാസൻ. 31. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? ഉത്തരം സഫ്രീന ലത്തീഫ്. 'പ്രവാസി മലയാളിയായ സഫ്രീന ലത്തീഫ് നിലവിൽ ഖത്തറിലാണ് താമസിക്കുന്നത്. 32. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ശശി തരൂർ. 33. എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിൽ നിന്നുള്ള കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ സ്ത്രീ ആര്? ഉത്തരം ചോൻസിൻ ആങ്മോ, ഹിമാചൽ പ്രദേശ്. 34. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ലഭിച്ച രാജ്യമേത്? ഉത്തരം മൗറീഷ്യസ്. 35. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2025 വേദി എവിടെയാണ്? ഉത്തരം ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. 36. കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ 2025 മെയ് 24 അപകടത്തിൽപ്പെട്ട കപ്പലേത്? ഉത്തരം MSC എൽസ 3. 37. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ആര്? ഉത്തരം ശുഭ്മാൻ ഗിൽ. 38. കോഴിക്കോട് ജില്ലയ്ക്ക് സ്വന്തമായി പ്രഖ്യാപിച്ച സ്പീഷീസുകൾ ഏതെല്ലാം? ഉത്തരം പുഷ്പം അതിരാണി, പക്ഷി മേനിപ്പൊന്മാൻ, ശലഭം മലബാർ റോസ്, വൃക്ഷം ഈയകം, പൈതൃക വൃക്ഷം ഈന്ത, ജലജീവി നീർനായ, മത്സ്യം പാതാള പൂന്താരക, മൃഗം ഈനാമ്പേച്ചി. 39. കാൻ ചലച്ചിത്രമേളയിൽ പാംദോർ പുരസ്കാരം ലഭിച്ച ഇറാനിയൻ ചലച്ചിത്ര സംവിധായകൻ ആര്? ഉത്തരം ജാഫർ പനാഹി. സിനിമ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. 40. അതിഥി തൊഴിലാളികളുടെ മക്കളെ അംഗനവാടികളിലും സ്കൂളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ആയിയെ ഏക് സാത്ത് സീക്കെ, വരൂ ഒരുമിച്ചു പഠിക്കാം. 41. ഇത്തവണ നടത്തിയ വാർഡ് വിഭജനത്തിലൂടെ കേരളത്തിൽ പുതുതായി എത്ര വാർഡുകളാണ് കൂടിയത്? ഉത്തരം 1375. ആകെ വാർഡുകൾ 17,337. 42. ഗൂഗിൾ അവതരിപ്പിച്ച ത്രിമാന വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഏത്? ഉത്തരം ഭീം. 43. 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ മലയാളിയായ 13കാരൻ ആര്? ഉത്തരം സൂര്യനാരായണൻ, നീലേശ്വരം സ്വദേശി.
44. പൗരാണിക കാലത്ത് സമുദ്രവ്യാപാരത്തിനുപയോഗിച്ചിരുന്ന കപ്പലിൻ്റെ മാതൃകയിൽ നാവികസേന നിർമ്മിച്ച കപ്പൽ ഏത്? ഉത്തരം INS കൗണ്ഡിന്യ. 45. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2025 മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമേത്? ഉത്തരം മണിപ്പൂർ. 46. DRDOയുടെ പുതിയ ചെയർമാൻ ആര്? ഉത്തരം സമീർ വി കാമത്ത്. 47. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആര്? ഉത്തരം കാമി റീത്ത, നേപ്പാൾ സ്വദേശി, 31 തവണ. 48. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകൾ ആരെല്ലാം? ഉത്തരം കേരള സ്വദേശി കെ ദിൽനയും തമിഴ്നാട് സ്വദേശി M രൂപയും. നാവികസേനയുടെ തരിണി എന്ന പായ്വഞ്ചിയിലാണ് ഇവർ യാത്ര ചെയ്തത്. 2024 ഒക്ടോബർ 2 ഗോവയിൽ നിന്നായിരുന്നു ഇവരുടെ യാത്ര ആരംഭിച്ചത്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.